യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അടുത്തു വരുന്ന ഏപ്രിൽ 12-ാം തീയതി കുടമാളൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഒരു ഏകദിന ധ്യാന സെമിനാറിനെ കുറിച്ച് അറിയിക്കാനാണ് ഞാനിപ്പോൾ ആയിരിക്കുക. നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഏകദിന സെമിനാറിന്റെ പേര് ഭക്തരിൽ നിന്ന് ശിഷ്യരിലേക്ക് എന്നാണ്. നമ്മുടെ സാമുദായിക സാംസ്കാരിക നിലയിൽ ക്രൈസ്തവരുടെ പങ്കിനെ കുറിച്ച് പരസ്പരം അറിയാനും അതിനെക്കുറിച്ച് തീക്ഷ്ണതയോടെ സ്നേഹത്തിൽ വേറുറച്ച് ജീവിക്കാനും ജോലി ചെയ്യാനും നമ്മുടെ നാടിനെ സ്നേഹിക്കാനും നമ്മുടെ വിശ്വാസം എത്രമാത്രം നാടിനോടുള്ള പ്രതിബദ്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ധ്യാനങ്ങളും സെമിനാറുകളും ഒക്കെയാണ് ഈ ഒരു ധ്യാനത്തിലൂടെ, ഈ ഒരു ദിവസത്തെ സെമിനാറിലൂടെ നമ്മൾ ആഗ്രഹിക്കുക. ഈ ഒരു സെമിനാറിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ എന്നില്ല എന്ന് പൗലോസ് ലേഖ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് 6-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരം: യേശു ക്രിസ്തുവിൽ ഒരു വ്യത്യസ്തതയും കൂടാതെ സമൂഹത്തിൽ സേവനം ചെയ്യാനായിട്ടുള്ള വലിയൊരു ശക്തിയും പ്രചോദനവും പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അത് ലഭിച്ചിരിക്കുന്നത്? സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് ഏറ്റവും സുപ്രധാനം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തപ്പെടാൻ കാരണമാകരുത്. ഈ നാട് നമ്മുടേതാണ്, ഈ രാജ്യം നമ്മുടേതാണ്, ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്. പക്ഷെ വിശ്വാസം ഒരിക്കലും നമ്മുടെ നാട്ടിൽ നമ്മളെ വേർപിരിക്കാൻ ഇടവരുത്തരുത്. അത്രയ്ക്കും ആഴമേറിയ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ, വെളിച്ചമാകാൻ, പ്രകാശമാകാൻ, ഭൂമിയുടെ ഉപ്പാകാൻ, മറ്റുള്ളവർക്കൊരു കർത്താവിന്റെ കരുണയാകാൻ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പെർഫ്യൂം ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സുഗന്ധമാകാൻ. ഇത് നമുക്ക് ക്രൈസ്തവർക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടിയാണ് നമ്മെ പ്രചോദിപ്പിക്കുന്ന വളരെയധികം കാര്യങ്ങൾ ഈ ധ്യാനത്തിലുണ്ടാവും. ഈ ഏകദിന ധ്യാനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് അഭിവന്ധ്യ തോമസ് തറയിൽ പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം മാണി പുതിയടവച്ചൻ, ഡോക്ടർ ആന്റണി തറൈക്കടവിൽ, ഫാദർ ലൂയിസ് പന്തിരുവേലിൽ, ഫാദർ ജോസ് ബേസിൽ, MM ജെറാൾഡ് തുടങ്ങിയവരായിരിക്കും ഈ ധ്യാനം നയിക്കുക. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ധ്യാനത്തിലേക്ക് സദയം ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ജ്വലിച്ചിടും സമൂഹമായി ആർത്തരായവർക്കു ദൈവസ്നേഹം